രാജിവെക്കാത്തടത്തോളം കാലം എങ്ങനെയാണ് CPM-ന് ഈ ഒരു കാര്യം? നിങ്ങൾ ഈ പാർട്ടിയിൽ തന്നെയുള്ള കുറേ MLA-മാരെ കുറിച്ച് പറയൂ. ഈ പാർട്ടിയിൽ തന്നെയുള്ള MLA-മാരെ കുറിച്ച് പറയൂ. വിൻസെൻ്റ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടില്ലേ? എൽദോസ്. ഇതല്ല, ഇത് വിഷയം കുറ്റാരോപിതനായി കഴിഞ്ഞു എന്നുള്ളതിനെ പരിശോധിച്ച് കേസെടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ പോയിട്ട് ജാമ്യം വാങ്ങിയിട്ടുണ്ട്. അതിൽ എൽദോസ് ഇപ്പോൾ MLA ആണ്, വിൻസെൻ്റ് MLA ആണ്. ഇതിനു മുമ്പും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതാണ് മാധ്യമങ്ങൾ. അങ്ങനെ താരതമ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. ഇത് 3 കൊല്ലം മുൻപ് തന്നെ ഈ പരാതി ഉയർന്നിട്ടും മൂടിവെക്കാൻ യഥാർത്ഥത്തിൽ ശ്രമിച്ചത് പ്രതിപക്ഷ നേതാവിനോടൊപ്പം തന്നെ ചേർന്ന് ഷാഫി പറമ്പിലും ബൽറാമും തന്നെയല്ലേ? അവർക്കിതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ ഈ സമൂഹത്തോട്? ഒന്നുകിൽ അനുകൂലമായി പ്രതികരിക്കണം, അല്ലെങ്കിൽ പ്രതികൂലമായി. എന്താ അവരുടെ നിലപാട് മനസ്സിലാവണ്ടേ? ഈ കാര്യത്തിൽ കൊണ്ടു നടന്നതല്ലേ? കൊണ്ടു നടന്നു എന്ന് മാത്രമല്ല, പാലക്കാട് കാണിക്കാത്ത എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ സഹോദരിമാരാണ്, ഭാര്യയല്ലാത്തവരെല്ലാം സഹോദരിമാരാണെന്ന് കൊട്ടിഘോഷിക്കുന്ന ബൽറാം ഉൾപ്പെടെയുള്ള വലിയ മാന്യത, പുറത്ത് മാന്യത കാണിക്കുന്ന ബൽറാം, ചെറുപ്പക്കാരനായിട്ടുള്ള ബൽറാം പ്രതികരിച്ചിട്ടില്ല. ഷാഫി പറമ്പിലാണ് രാഹുലിനെ ഈ രൂപത്തിൽ പെട്ടെന്ന് തന്നെ വളർത്തിക്കൊണ്ടുവന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കിയത്. എനിക്ക് പകരം രാഹുലല്ല ഇവിടെ മത്സരിക്കുന്നത്, ഞാനാണ് ഇവിടെ മത്സരിക്കുന്നത്, എനിക്ക് വോട്ട് തരുന്നത് പോലെ ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞ ആളല്ലേ? എവിടെ പോയി ഷാഫി പറമ്പിൽ? വളരെ വളരെ ലജ്ജാകരമാണ് ഇങ്ങനെയുള്ള ജനപ്രതിനിധികൾ വെറും കള്ളത്തരം മനസ്സിൽ വെച്ച് പുറത്ത് മറ്റെന്ന് പറയുന്ന ഇത്തരം ജനപ്രതിനിധികൾ യഥാർത്ഥത്തിൽ വഞ്ചനയാണ് കാണിക്കുന്നത്. ഈ ജയിപ്പിച്ച് വിട്ട വോട്ടർമാരോട് വഞ്ചനയാണ് കാണിക്കുന്നത്. വടകരയിലെ വോട്ടർമാർ ഇത് തിരിച്ചറിയും. ഷാഫി പറമ്പിൽ കാണിക്കുന്ന ഈ വൃത്തികെട്ട മനോഭാവം തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ ഇവർക്കെല്ലാം എതിരെ ഇങ്ങനെ ഇത്രയും നീചമായ ഒരു കൃത്യം രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ഇവരെല്ലാം മൂടിവെക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ പരാതിയും കേസും ഇല്ലാത്തതിനാൽ തന്നെ MLA ആയി തുടരട്ടെ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇതിനു മുൻപ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു നിയമസഭാ സാമാജികന് അല്ലെങ്കിൽ പാർലമെൻറ്റേറിയനെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളുടെ ഭാഗമായി ജയിലിലടക്കപ്പെട്ടവരുണ്ട്. ഇതൊക്കെയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ചില പെൺകുട്ടികൾ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മളെപ്പോഴും പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ്. ഒരു പെൺകുട്ടി തനിക്ക് മാനഹാനി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ കള്ളത്തരം പറയാൻ സാധ്യതയില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങളെല്ലാവരും. കാരണം ഇത് മറ്റൊരു വിഷയം പോലെയല്ല. ഇത് യഥാർത്ഥത്തിൽ ഈ മനോഭാവം എന്ന് പറയുന്നത് വെറും പുഴുക്കളെപ്പോലെ, സ്ത്രീകളെ കാണുന്ന കീടങ്ങളെപ്പോലെ, ഒന്നിനും തനിക്ക് ആസ്വദിക്കാൻ മാത്രമുള്ളതാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്ന് കരുതുന്ന മനോഭാവമുള്ള വൃത്തികെട്ട സംസ്കാരത്തിൻ്റെ ഉടമകളായിട്ടുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അതുതന്നെ ഏതോ ഒരു ചാനൽ വന്ന് ഒരു ആങ്കർ പറയുന്നത് കേട്ടു, ഒരു ചെറുപ്പക്കാരി പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. അത് ഏതാണ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അവർ പറഞ്ഞു, ഈ ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. അതാണ് സത്യം. അങ്ങനെ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള, യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് രാജിവെച്ച് പോവുകയല്ലാതെ പിന്നെ എന്താ വേറെ വഴി? മറ്റൊരു സംഭവം ഇതിന് സമാനമല്ല. ഇതിന് സമാനമായ മറ്റൊരു സംഭവം കേരളത്തിലുണ്ടായിട്ടില്ല. രാഹുൽ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പാലക്കാട്ടിലുള്ള വോട്ടർമാർ ഇവിടെ ചെയ്യുന്ന ഏറ്റവും കടുത്ത വഞ്ചനയായിരിക്കും. വോട്ട് വാങ്ങുമ്പോൾ വലിയ വാക്കുകൾ പറഞ്ഞാൽ പോരാ, എന്തെല്ലാം തേനും പാലും ഒഴുകുന്ന വിധത്തിലുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതാണ് പ്രവൃത്തി. അപ്പോൾ വാക്കൊന്ന്, പ്രവൃത്തി വേറെ. ഇത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വളർന്നു വരുന്ന ഈ അധമമായ സംസ്കാരം നമ്മൾ തിരിച്ചറിയണം. ഈ തെറ്റെന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ ജയിലിലൊക്കെ പോയിട്ടുള്ള കേസുണ്ട്. ഞാൻ അതൊന്നും അല്ല പറയുന്നത്. അവിടെയൊന്നും ഞങ്ങൾ ഈ രൂപത്തിൽ സംസാരിച്ചിട്ടുമില്ല. ഈ കാര്യത്തിൽ പക്ഷേ ഒരു പെൺകുട്ടി നേരിട്ട് ഈ കാലികമായി ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശക്തമായിട്ട് തീർച്ചയായിട്ടും സമൂഹം കാണണം.
എടുക്കണം, പ്രതിഷേധം അതിശക്തമായിട്ട് ഉയരണം എന്നുള്ളതാണ്. MLA രാജിവെക്കാത്തടത്തോളം കാലം എങ്ങനെയാണ് CPM ഈ ഒരു കാര്യം? നിങ്ങൾ ഈ പാർട്ടിയിൽ തന്നെയുള്ള കുറേ MLA-മാരെ കുറിച്ച് പറയൂ. ഈ പാർട്ടിയിൽ തന്നെയുള്ള MLA-മാരെ കുറിച്ച് പറയൂ. വിൻസെൻ്റ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടില്ലേ? എൽദോസ്. ഇതല്ല, ഇത് വിഷയം കുറ്റാരോപിതനായി കഴിഞ്ഞു എന്നുള്ളതിനെ പരിശോധിച്ച് കേസെടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ പോയിട്ട് ജാമ്യം വാങ്ങിയിട്ടുണ്ട്. അതിൽ എൽദോസ് ഇപ്പോൾ MLA ആണ്, വിൻസെൻ്റ് MLA ആണ്. ഇതിന് മുമ്പും പിന്നെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതാണ് മാധ്യമങ്ങൾ. അങ്ങനെ താരതമ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. ഇത് വ്യത്യസ്തമാണ്. ഇത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മാധ്യമരംഗത്തുള്ളൊരു പെൺകുട്ടിയാണിത്. തൻ്റെ ഇടത്തോടു കൂടിയാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചതല്ല. ഏതോ ഒരു ചാനൽ മാധ്യമത്തിൽ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള ഒരു പെൺകുട്ടി തൻ്റെ ഇടത്തോടു കൂടി ഏഷ്യാനെറ്റിലാണല്ലേ, ഏഷ്യാനെറ്റിൽ പ്രവർത്തിച്ച ഒരു പെൺകുട്ടിയാണ്, കോൺഗ്രസിൻ്റെ തന്നെ ഒരു പെൺകുട്ടിയാണ് തൻ്റെ ഇടത്തോടു കൂടി വന്ന് പറയുന്നത്. ഇത് മറ്റു ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. കുറ്റം ആര് ചെയ്താലും, അത് മുകേഷ് ആവട്ടെ, വേറൊരാവട്ടെ, അത് ഞാനാവട്ടെ, ആര് തെറ്റ് ചെയ്താലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്ക നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾ എന്നും സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാതിരുന്നിട്ടൊന്നുമില്ല. ചിലരതൊക്കെ കേൾക്കുന്നുണ്ടാവില്ല. നമ്മൾ പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുണ്ട്.